പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഇന്നത്തെ യാത്ര നീ ആശീർവദിക്കണമേ. വലിയ മഴയും കോളും കാറ്റും വാഹനങ്ങൾ ദൗർലഭ്യതയും പലതരത്തിലുള്ള തിരക്കുകളും, കുഞ്ഞുങ്ങൾ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, പുതിയ സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെ കൊണ്ട് ആക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് പനിയും ജലദോഷങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിക്കാനുള്ള ആർത്തിയും ആഗ്രഹവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരും പലരും നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നാട് വിട്ടു പോകേണ്ടാത്തവർക്ക് പോലും കർത്താവെ, തങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞ് തങ്ങൾക്ക് നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജീവിതം ഇങ്ങനെ മുട്ടി പോലെ നിൽക്കുന്നവരുണ്ട്. ഈശോയെ, ആവശ്യമില്ലാത്ത ടെൻഷൻ, മറ്റുള്ളവരെ ഭാരം കൊടുക്കുന്ന, മറ്റുള്ളവരെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം കർത്താവെ, നിന്നെ സത്യത്തോടെ തേടുന്നവരും അവർ ആത്മീയ ഉപദേശം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നിൻ്റെ വലിയ ചൈതന്യം മക്കളിലേക്ക് ആവശ്യിക്കണമേ. ഏതെല്ലാം തരത്തിൽ മക്കൾ അധൈര്യരാകുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ അധൈര്യരാകുന്നുവോ, വാക്കുകൊണ്ട് വാപൊളിച്ച് മിണ്ടാനറിയാൻ പാടില്ലാത്തവർ, പറഞ്ഞാൽ തെറ്റിപ്പോകുന്നവർ,
പറഞ്ഞാൽ മറ്റുള്ളവർ സ്വരമുണ്ടാക്കി ആ സത്യത്തെ അടിച്ചമർത്തി കളയുന്നവർ, അതുകൊണ്ട് തങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ, ഇങ്ങനെ അതുകൊണ്ട് മാർജിനലൈസായി പോയി സൈഡിലായി പോകുന്ന ആൾക്കാർ ഇങ്ങനെ കുടുംബത്തിലും പൊതുസമൂഹങ്ങളിലും ഉണ്ട് കർത്താവേ. അവർക്കെല്ലാം വേണ്ടി വാദിക്കണമേ കർത്താവേ. നിൻ്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ കാര്യത്തെ എനിക്ക് പറയാൻ ആരുമില്ല, എനിക്കൊരു ഉപദേശം തരാൻ ആരുമില്ല. ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഞാൻ കേൾക്കണത് ശരിയാണോ, ഞാൻ അവിടെ തന്നെയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഗതി പിടിക്കുമോ, ആരോട് ചോദിക്കാൻ, ആര് പറയാൻ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഞാനിപ്പോൾ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവർ ഇറങ്ങി വസിച്ചുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് പോകേണ്ട വഴി, നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കാൻ വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടിയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിൻ്റെ ജീവിതത്തിന് വേണ്ടിയും നീ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ, തെറ്റിൻ്റെ കാരണങ്ങൾ ഈശോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. തെറ്റു വരാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ. അതിലൊന്ന് മത്തായിയുടെ സുവിശേഷം 22:29. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്താ വിഷയം? വിശുദ്ധ ലിഖിതം എന്ന് പറഞ്ഞാൽ, വചനം എന്ന് പറഞ്ഞാൽ, ഈശോ അതിൻ്റെ തത്സമമായിട്ട് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വചനത്തിനെക്കുറിച്ച് തന്നെയാണ് ഈശോ അതിൻ്റെ വചനം എന്താണെന്ന് പറയണത്. വചനം എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അതാണ് നമ്മൾ റോമ 1:16 ഇടയ്ക്ക് വായിക്കാറില്ലേ? സുവിശേഷം ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. അപ്പോൾ ഈ വചനം ശക്തിയാകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർ വചനം എഴുതുന്നവരുണ്ട്, ഇല്ലേ? എൻ്റെ അടുത്ത് ഇന്നാൾ ഒരു സഹോദരി നല്ല കളർഫുള്ളായിട്ട് ഗോൾഡ് കവറിട്ട് എൻ്റെ സൈഡിലെല്ലാം ചുവപ്പ് മഷി ചായം തേച്ച് ഒരു അടിയടി ബൈബിൾ തന്നെ അവർ കണ്ട് 3 വർഷം എന്തോ എടുത്ത് എഴുതിയതാണ് കൈകൊണ്ട്. ബൈബിള് കൈകൊണ്ട് എഴുതുന്ന കുറേ മനുഷ്യരുണ്ട്. അവരതിനോട് കാണിക്കുന്ന റെഫറൻസ് ഭയങ്കരമാണ്. അതിനെടുക്കുന്ന സമയം, അതിന് വേണ്ട ദൈവസ്നേഹം, അതൊരു സാക്ഷ്യമാണ് ശരിക്കും. പക്ഷേ പലതരത്തിൽ നമുക്ക് വചനത്തെ ഗ്ലോറിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈശോ പറയുമ്പോൾ, വചനം എന്ന് പറയുമ്പോൾ ഈശോ പറയും, അത് ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? പവർ ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ വചനം എഴുതുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അത് വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അത് വചനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത്? അത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ ഈശോ പറഞ്ഞത്, ഇപ്പോൾ 22-29 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ. അപ്പം വിശുദ്ധ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പം വിശുദ്ധ വചനത്തിൽ വരണതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ വചനം വായിക്കുമ്പോൾ എഴുതുമ്പോഴോ ആ ശക്തി നമ്മളിലേക്ക് ഒരു മെറ്റാബോളിസം നടക്കുന്നുണ്ടോ, ഒരു പചന പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയമാണ്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ വിത്ത് ദൈവവചനമാണെന്ന് പറയുന്നില്ലേ, വിത്ത് വചനമാണെന്ന് പറയുന്നില്ലേ? ഇപ്പം നെല്ലിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് വചനമാണ്. വചനത്തെ വിത്തായിട്ടാണ് കർത്താവ് ഒരു ഉപമയിൽ പറയണത്. ലൂക്കാ 11 വിത്ത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനത്തെ അവിടെ വിത്ത് എന്നാണ് വിളിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നെല്ലിൻ്റെ വിത്ത് അത് എനർജി ആയിട്ട് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ. അപ്പോൾ അറിയാത്ത കൊണ്ട് അത് തെറ്റ് സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ വിത്ത് എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? ഇപ്പം നെല്ല് തന്നെ എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? അത് ചോറാകുമ്പോഴാണ്. എങ്ങനെയാണ് അതിനെ വേവിക്കണത്? വചനത്തെ വിത്താകുന്ന വചനത്തെ വേവിക്കണത് എങ്ങനെയാണ്? അത് ദൈവസ്നേഹത്തിൻ്റെ ചൂടിലാണ് ഈ സംഭവം വേകണത്. അതിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം ചിലപ്പോൾ പ്രത്യാശയാകും, അല്ലെങ്കിൽ വിശ്വാസമാകും. ഇപ്പം
ഈ വിത്ത് വേവിച്ച് കഴിയുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക പുണ്യങ്ങളിലാണ് ഈ വിത്ത് ചോറാകണത്, എന്നാൽ ഭക്ഷിക്കാൻ പറ്റുന്ന പരുവത്തിലാകണത്. വചനം ഇപ്പം നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല, പ്രത്യാശയില്ല. അതുപോലെ തന്നെ അപ്പം നിങ്ങളൊക്കെ പ്രത്യാശയില്ലാത്ത ഒരു വചനം എഴുതുകയെന്ന്. വചനം ആർക്കും എഴുതാമല്ലോ. പക്ഷേ ഈ വചനത്തിന് അത് എഴുതുമ്പോഴും പറയുമ്പോഴും, ഞങ്ങളെപ്പോലെ പറയുമ്പോഴും, ഈ വചനം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെല്ല് ചോറാകണമെങ്കിൽ അത് പുഴുങ്ങണം. അതിനെന്തൊക്കെ വേണം? അതിന് തീ വേണം, വെള്ളം വേണം, കലം വേണം, കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് എല്ലാം ഉപയോഗിച്ച് അത് ചോറാക്കി കഴിയുമ്പോൾ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചോറെന്താണ്? ചോറ് കഴിക്കുമ്പോൾ അത് അന്നജം അല്ല അന്നജമായി മാറുന്നു. അന്നജമായി മാറ്റുമ്പോൾ ചോറിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അതിൻ്റെ അകത്ത് സ്റ്റാർച്ചുണ്ട്. ദഹിച്ച് കഴിയുമ്പോൾ എന്താ വരുന്നത്? പചന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, പചനം ദഹിച്ച് കഴിയുമ്പോൾ, അല്ല ചോറ് ദഹിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്റ്റാർച്ച് വരും, ഷുഗർ വരും, എനർജി കണ്ടൻ്റാണ് ഷുഗർ. പിന്നെ 7% പ്രോട്ടീൻ വരും. അപ്പോൾ ഈ പ്രോട്ടീനും സ്റ്റാർച്ചും ഗ്ലൂക്കോസും ഒക്കെ പിന്നെ എന്ത് ചെയ്യും? അത് ബ്ലഡിലോട്ട് കലരും. ബ്ലഡിലോട്ട് കലരും. ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് ഇത് കോശത്തിന് കൈമാറും. അപ്പോൾ കോശം എന്ത് ചെയ്യും? കോശം ഇതിൻ്റെ അകത്തു നിന്നുള്ള മിനറൽസ് എടുത്തിട്ട് കഴിച്ച് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് വരുമ്പോൾ അത് കോശം മൾട്ടിപ്പിളാവും, അത് വിഭജിക്കും. അങ്ങനെ മനുഷ്യർ വളരണത്. അപ്പം അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇപ്പം ദൈവവചനത്തെയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണമെന്ന് പറയുമ്പോൾ ഈ വചനം ദഹിച്ചാൽ മാത്രമേ ഇത് പവറായിട്ട് വരത്തുള്ളൂ. അത് ഭയങ്കര സീരിയസാണ്. ഇപ്പം ആ വചനം ദഹിക്കുമ്പോൾ എന്ത് വരും? ദഹിക്കുമ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്തു. പിന്നെ നെല്ലില്ല, വചനമില്ല, ചോറില്ല എന്ന് പറഞ്ഞാൽ അത് ബ്ലഡായി മാറി, ക്യാപ്ചർ ചെയ്തു. ഇപ്പം ഞങ്ങളൊക്കെ പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഒരു സാക്ഷ്യം കൊണ്ടുപോകും, നല്ല സാക്ഷ്യം നോക്കി. എന്നിട്ട് എന്ത് ചെയ്യും? ആ വിദേശ രാജ്യത്ത് പോയി അവിടെ കമ്പ്യൂട്ടറിലായിട്ട് അത് കൊടുക്കുമ്പോൾ ഒരു പെൻഡ്രൈവിലാണ് കൊടുക്കുന്നത്. പെൻഡ്രൈവ് കൊടുക്കുമ്പോൾ ഉടനെ അവരത് ക്യാപ്ചർ ചെയ്തിട്ട് പെൻഡ്രൈവ് നമുക്ക് ഇങ്ങോട്ട് തരും. ആ ക്യാപ്ചറിങ്, ഈ വചനം ക്യാപ്ചർ ചെയ്യണതാണ് എനർജി ആയിട്ട് മാറണത്. ഇത് അപ്പം ഞാൻ ചോദിക്കും, ഇപ്പം നിങ്ങൾ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു മുറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ട്യൂഷന് പോയിരിക്കുകയും, അപ്പോൾ അമ്മ പറയും മുറിയൊക്കെ അടിച്ചിട്ട് മക്കളെ. അപ്പം പിന്നെ ആകുമ്പോൾ മുറിയൊക്കെ സന്ധ്യപ്രാർത്ഥന സമയമായെന്നൊക്കെ പറയുമ്പോൾ ഉടനെ അനിയത്തി പോയിട്ട് ഒരു മുറി അടിക്കും. അടിച്ചിട്ട് അവരവിടെ പോകും, അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പം വരും പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഇത് അടിച്ചില്ലേ ഈ മുറിയൊന്നും? അപ്പോൾ അമ്മ മകളെ നോക്കും, അടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനടിച്ച്, എൻ്റെ മുറി ഞാനടിച്ച്, അത് ചേച്ചിയുടെ മുറിയാണ്, ചേച്ചി വരുമ്പോൾ അടിക്കുമെന്ന്. അതാണ് വിഷയം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, ഈ വചനങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇത് എനർജി ആയിട്ടില്ല. കാര്യം നമുക്കൊരു സഹനവും ഒരു വർക്ക് ചെയ്യുമ്പോൾ, വർക്ക് തരുമ്പോൾ നമ്മൾ നമ്മുടേത് മാത്രം ചെയ്തിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക എന്ന് ഓർക്കണം, തിന്നായിരിക്കുകയല്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും മനുഷ്യർ, കാര്യം ദഹിക്കാത്ത വചനങ്ങൾ ഭയങ്കരമായി ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. വചനങ്ങൾക്ക് കേൾക്കണതിൻ്റെ ഒരു കുഴപ്പമില്ല, അത് നെല്ലായിട്ട് അങ്ങനെ ഇരിക്കും, ദഹിക്കത്തില്ല ഈ സംഭവം. കർത്താവ് എന്താ പറഞ്ഞത്? അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. അപ്പം ദൈവശക്തി നമ്മളെ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എളുപ്പമാകും. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈശോ എന്താ പറഞ്ഞത്? നിന്നോട് 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവർ 2 മൈൽ പോകണമെന്നല്ലേ മകളെ പറഞ്ഞത്. കാര്യം എന്താ? ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മ വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് തരുമെന്നാണ്. അപ്പോൾ വചനം നമ്മൾ കേട്ട് വചനം ദഹിച്ചു ദൈവസ്നേഹമായിട്ട് നിറഞ്ഞ് പവറായി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വർക്കിംഗ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആലോചനയുടെ ഓർമ്മയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പറയും, മകളെ ഈശോ എന്താ പറഞ്ഞത്? 1 മൈൽ പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന കൂടെ 2 മൈൽ പോകണമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴുടനെ ആ പരിശുദ്ധാത്മാവിന് അവൾക്ക് വ്യാഖ്യാനം കൊടുക്കും. അത് ശരിയാണ്, എന്നോട് 1 മുറി അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് 2 മുറി അടിക്കണം. അതാണ് വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാതെ മനുഷ്യന് തെറ്റ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന ധ്യാനമൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ 10-100 ധ്യാനം കൂടി ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അവരാ പഴയ അവസ്ഥ തന്നെ, പെരുമാറ്റത്തിനും രീതിയിലും ഒക്കെ പഴയ അവസ്ഥ തന്നെ. അവർ തന്നെ നമ്മൾ പറയുമ്പോഴൊക്കെ അത് മനസ്സിലാകണതേ. ഇപ്പം ഞാൻ നിങ്ങൾ എത്ര ധ്യാനം കൂടിയെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ട് പറയും, ഞാൻ അച്ഛാ എല്ലാ മാസവും കൂടുകയെ ധ്യാനം, എല്ലാ മാസവും ധ്യാനം കൂടുമെന്ന്. ഓരോ സ്ഥലത്ത് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഇവിടെ ധ്യാനമുണ്ട്, എല്ലാ മാസവും വന്ന് കൂടും. പക്ഷേ ഇന്ന് വരെ ഈ പചന വ്യവസ്ഥ നടന്നിട്ടില്ല. വിത്തായിട്ട് തന്നെ ഇരിക്കുന്നു. അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രതലമായി മാറുകയും പരിശുദ്ധാത്മാവ് ആലോചനകളുടെ വ്യാഖ്യാനങ്ങളിലെയോ പ്രാർത്ഥനാപരങ്ങളുടെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നയിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള ദുരവസ്ഥയാണ്. അപ്പം ഇത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നിറയാനും ദൈവവചനവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്ത കർത്താവിൻ്റെ കാലത്തെ ആൾക്കാരെ പോലെ ആവാതെ ഈ വചനത്തിൻ്റെ സമൃദ്ധിയുടെ ഈ വസന്ത മഴയിലെ അത് അവളവും ആഹരിക്കുകയും അത് ദഹിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് മിനു, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഫാമിലി. ഞാൻ ആദ്യം 2 വർഷം മുന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അസുഖമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 20 വർഷം മുന്നേ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആളുടെ അന്നനാളം ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു. ആ അസുഖത്തിന് കീഹോൾ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സർജറിയിൽ ഫെയിലിയർ കാരണം വാൽവ് മുറിഞ്ഞു പോവുകയും 2 ലങ്സിലേക്ക് വെള്ളം കയറി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. ഞങ്ങൾ 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ എൻ്റെ അമ്മയും കൂടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സർജറി സമയത്ത്. എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ചേച്ചി പഠിക്കുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി നമുക്ക് അമ്മ മരിച്ചു പോകുമെന്ന് വരെ പറഞ്ഞു. ഞങ്ങളന്നത് പള്ളിയിൽ വിളിച്ചു പറയുകയും ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ആ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ആരും ഉണ്ടാവില്ല, അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതലേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനുശേഷം ആ സർജറിയുടെ അനന്തരഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പിന്നീട് കുടൽ ചുരുങ്ങുന്ന ഒരു അസുഖം ഉണ്ടായി. അതായത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ചക്ക മാങ്ങ അങ്ങനെ ഫൈബർ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കുടലിൽ അത് ഒട്ടിപ്പിടിക്കും. അങ്ങനെ കുടൽ ബ്ലോക്കാവും, ഫുഡ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പം എൻ്റെ അമ്മ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ പേഷ്യൻ്റാണ്. അവിടുത്തെ ഗ്യാസ്ട്രോയിലെ ബിനോയ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അവിടെ പോയിട്ട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ് മൂക്കിലോട് ട്യൂബ് ഇട്ടിട്ട് ആ ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ വലിച്ചു കളയണം. വായിലോട് ട്യൂബ് ഇടാൻ പറ്റത്തില്ല, കാരണം ഫസ്റ്റ് ഓപ്പറേഷൻ്റെ ഫലമായിട്ട് അവിടുത്തെ നെർവും വെയിനും എല്ലാം സിക്സാഗ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്യൂബ് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ മൂക്കിലൂടെ മാത്രമേ ട്യൂബ് ഇട്ടിട്ട് ആ വേസ്റ്റ് കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 2-3 വർഷമായിട്ട് ഒരു 6 months ആകുമ്പോൾ അമ്മയ്ക്ക് വയറ് ബ്ലോക്കാവും, ഫുഡ് വേസ്റ്റ് അതിൽ കെട്ടിക്കിടക്കും, കുടലിൽ ബൗൾസ് മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് മോഷൻ പ്രശ്നമുണ്ട്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാ 6 മാസം കൂടുമ്പോഴും അമ്മയും കൊണ്ട് ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും വയറ് വയ്യാണ്ടാവുന്നത്. പിന്നെ ഞങ്ങളുടെ വീട് പിറവത്തുനിന്ന് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. എൻ്റെ മോള് ചെറുതാണ്, ഒരു 3 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ രാത്രി 12 മണിക്കൊക്കെ മെഡിക്കൽ ട്രസ്റ്റിൽ പോണത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ആൾക്ക് നാട്ടിലേക്ക് ഒരു ജോലി കിട്ടിയിട്ട് ആളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സഹായമാവുമല്ലോ എന്ന്. പക്ഷേ ആൾക്ക് നാട്ടിൽ ജോലി കിട്ടും, പക്ഷേ ആൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയുണ്ട്, അല്ലെങ്കിൽ ആൾ ആഗ്രഹിക്കുന്ന 2-3 കമ്പനികളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി കിട്ടിയാലേ വരുവുള്ളൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്താണ് പിന്നെ ആ സമയത്ത് 2 വർഷം മുന്നേ ആണെങ്കിലും എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയയിലാണ്. ആൾക്ക് എൻ്റെ അമ്മേനെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് അവൾ അയർലൻഡിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് അവിടെ കൊണ്ടുപോയാൽ വിദേശ രാജ്യങ്ങളിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പാടായതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയായിരുന്നു. കാരണം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പെൻസ് നമുക്ക് താങ്ങാൻ പറ്റില്ല, 2 ഒരു കെയർ കിട്ടത്തില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സിസ്റ്ററോട് അങ്ങനെ പറയാനും പേടിയാണ്, അല്ലെങ്കിൽ വിഷമാണ്. അവൾ അത്ര ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കൊണ്ടുപോകണമെന്ന്. അപ്പം അയർലൻഡിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓസ്ട്രേലിയയിലായപ്പോഴും അവൾ ആഗ്രഹിച്ചു അമ്മയെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആദ്യം ടിക്കറ്റ് എടുത്തു എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമുക്കൊന്നോ ഡോക്ടറെ പോയി കണ്ട് മരുന്നും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പം ഡോക്ടർ വയറ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ആ വയറ് വീർത്തായിരിക്കണത്, എൻഡോസ്കോപ്പി ചെയ്യണമെന്ന്. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് 5 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ഡിസംബറിൽ പിന്നെയും എൻ്റെ ചേച്ചി വന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെളിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഒരു 2 മാസം നിന്നിട്ട് മാക്സിമം 3 മാസം നിന്നിട്ട് തിരിച്ചു പോരണം, അതിലപ്പുറം നിൽക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മ കഴിഞ്ഞ ഡിസംബറിൽ പോയിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് വന്നത്. ഓൾമോസ്റ്റ് 1 ഇയർ എൻ്റെ അമ്മ അവിടെ നിന്നു വിത്തൗട്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, എന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യും. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് രാത്രിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അപ്പോൾ അമ്മ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കെയർ കിട്ടുമെന്ന്. പക്ഷെ 1 ഇയർ എൻ്റെ അമ്മ അവിടെ നിന്നിട്ട് ഒരു അസുഖവും കൂടാണ്ട് എൻ്റെ അമ്മ തിരിച്ചു വന്നു. ആൾ പോയിട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ ഹെൽത്ത് ബെറ്റർ ആയിട്ടാണ് വന്നത്. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി. അപ്പം എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല. അതാണ് അപ്പം എൻ്റെ അമ്മയും കൊണ്ട് വന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് മാതാവ് ആഗ്രഹിച്ചു. ഇതാണ് എൻ്റെ അമ്മ. മാതാവിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ 6 മാസം അല്ലെങ്കിൽ 6 മാസം ആവണ്ട, അതിന് മുന്നേ തന്നെ ആളുടെ കുടൽ ചുരുങ്ങും, അങ്ങനെ ഫുഡ് ഫുള്ളാകും, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയി 3 മാസത്തിന് വേണ്ടി പോയതാണ്. അപ്പം എന്നെ ഓരോ ദിവസം വിളിച്ച് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പ്രോബ്ലം ഒന്നുമില്ലെന്ന് പറയും. അമ്മ അവിടെ ഇരുന്നിട്ട് മാതാവിൻ്റെ അമ്മയുടെ കയ്യിലും ഉണ്ട് ഇവിടുത്തെ പ്രാർത്ഥന ബുക്കുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസനത്തിൽ വന്നിട്ട് എൻ്റെ മോളുടെ കൂടെ സാക്ഷ്യം പറയുമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എൻ്റെ അമ്മയും കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. രണ്ടാമത്തെ കേസ് എൻ്റെ ഹസ്ബൻഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൾക്ക് നാട്ടിൽ ഒരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ പേര് ആൻസൺ. മാതാവ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒത്തിരി സമയത്ത് ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും മാതാവിനോട് അപേക്ഷിക്കാറുമുണ്ട്. പലപ്പോഴും എനിക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാറില്ല. മാതാവിൻ്റെ അനുഗ്രഹം കാരണം സംഭവിക്കില്ലെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാറുണ്ട്. അതുപോലൊരു സംഭവമായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ബാംഗ്ലൂരായിരുന്നു ജോലി. അപ്പോൾ അവിടെ നിന്ന് നാട്ടിലെനിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുടുംബപരമായിട്ട് വൈഫ് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുകയായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ അങ്ങനെ ഒരു ജോലി കിട്ടിയില്ലായിരുന്നു. പിന്നെ മാത്രമല്ല ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ അവിടെ കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവിടെ താമസിച്ച് എനിക്കവിടെ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആ സമയത്താണ് കറക്റ്റ് സമയമായപ്പോൾ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതം കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നു. എല്ലാത്തിനും എനിക്ക് മാതാവിന് നന്ദിയുണ്ട്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലാവുന്ന വിധം ഓർഫണേജുകൾ, സ്പെഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നെ കൊച്ചുകുട്ടികൾ, നിർദ്ധരായ കുടുംബത്തിലെ കുട്ടികൾ, അവർക്കൊക്കെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്നാലാവുന്ന വിധം സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കൃപാസന പത്രം ഇവിടെ വന്ന് 3 കെട്ട് പത്രം മേടിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ. അത് പ്രേക്ഷിത പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അത് വിതരണം ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് അറിയുന്ന പോലെ, എൻ്റെ അറിവ് പോലെ ഞാൻ മാതാവിനെക്കുറിച്ചുള്ള വിശ്വാസവും പ്രത്യാശയും എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. മിനു എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടും അമ്മയോടും കുടുംബത്തോടും ഒപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് നൽകിയ സൗഖ്യവും സൗഭാഗ്യത്തിനും നന്ദി പറയാനാണ്. മിനുവിൻ്റെ വാക്കുകളിൽ ഇവിടെ വ്യക്തമാകുന്നത് അമ്മയുടെ അസുഖം വളരെ ക്രിട്ടിക്കലാണ്. ഒരു ഓപ്പറേഷനെ തുടർന്ന് കുടൽ ചുരുങ്ങിപ്പോകുന്ന ആ അസുഖത്തിന് അവർക്ക് പ്രതിവിധിയായി ചെയ്യാനുള്ളത് 6 മാസം കൂടുമ്പോൾ അവരുടെ വയറ്റിലുള്ള വേസ്റ്റ് ട്യൂബ് ഇട്ട് വലിച്ച് ക്ലീൻ ആക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ ജീവിതകാലം മുഴുവൻ ചെയ്യുക എന്നുള്ളൊരു അസ്വസ്ഥതയിൽ അവർ വളരെ കാലം ജീവിക്കുകയായിരുന്നു. ആ അസ്വസ്ഥതയിൽ നിന്ന് ഒരു മറുമരുന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. മിന്നു പ്രാർത്ഥിച്ച് ഇന്ന് അമ്മയ്ക്ക് എവിടെയും യാത്ര ചെയ്യാം, എവിടേക്കും പോകാം വരാം എന്നുള്ള ട്യൂബ് കൂടാതെ ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനുമുള്ള എല്ലാ അനുഗ്രഹവും സൗഖ്യവും നൽകി ഈശോ അനുഗ്രഹിച്ചതിനെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും എന്നീ കുടുംബം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ജോലിയിലുണ്ടായ ഒരു പ്രൊമോഷനെ കുറിച്ചും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെ
അവർ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ തന്നെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത, അത് അദ്ദേഹം തന്നെ പറഞ്ഞത്, അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അവിടെ വരാൻ ഒരു സാധ്യതയില്ലാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരു ജോബ് ഓഫർ അവിടെ വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് അറിയാവുന്നതുപോലെ നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരൊക്കെയാണോ ഉടമ്പടിയിൽ കൃത്യമായി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുവോ, ഈശോ നമ്മോട് ചേർന്ന് നിൽക്കും. നാം ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് 1000 സ്റ്റെപ്പ്, നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് പോലെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ 1000 തലമുറയെ അനുഗ്രഹിക്കുന്നു. 1000 വർഷമല്ല, 1000 തലമുറയെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ പണിഷ് ചെയ്യുമ്പോൾ 4 തലമുറ. പണിഷ്മെൻ്റ് ചുരുക്കമാണ്, അനുഗ്രഹം വളരെ വലുതാണ്. അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മിനുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, വൈറസ് സംബന്ധമായ, കുടൽ സംബന്ധമായ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും, അതുപോലെ തന്നെ ജോലിയിൽ വിഷമിക്കുന്ന മക്കളെ ട്രാൻസ്ഫർ ലഭിക്കുവാനും പ്രൊമോഷൻ ലഭിക്കുവാനും കുടുംബത്തോടൊപ്പമായിരിക്കുവാനും എല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവാസികളായി കഴിയുന്നവരെയും ഇവിടെയുള്ളവരെയും എല്ലാം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.